എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ക്ലാസ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളൊരു പുതിയ വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ പുതുവർഷം 2025 എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന നല്ലൊരു വർഷമാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളുടെ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പോകുന്നു. എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു, കാണുന്നു എന്നൊക്കെ അറിയുമ്പോൾ അപ്പൊ ഇനിയും ഈ ഒരു വർഷം പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കണം. കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യണം, അവരിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ എത്തിക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട് ഈ ഒരു പുതുവർഷത്തില്. അപ്പൊ എല്ലാം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ പുതുവർഷത്തിൽ ഈ നമ്മുടെ ഫാമിലി കുറച്ചുകൂടെ വലുതായിട്ട് ഒരു 100K ഫാമിലിയിൽ എത്താൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. MS വേർഡിൽ നമുക്ക് എങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഡാറ്റയുള്ള ഒരു പേജ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് കുട്ടികളും പഠിച്ചു തുടങ്ങുന്നവരും എല്ലാം ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, മിസ് എങ്ങനെയാണ് ഈ ബ്ലാങ്ക് പേജ് ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റ ഉള്ള പേജ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്നവരാണ്. കാരണം പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല എങ്ങനെയായിരിക്കുമെന്ന്, അല്ലെങ്കിൽ കുറച്ച് അറിയാവുന്നവർക്കാണെങ്കിലും ഡൗട്ട് ഉള്ളവർ കാണും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ MS വേർഡിന്റെ ഈ ഒരു ട്രിക്ക് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ പെട്ടെന്നൊന്നും ഞാൻ പറഞ്ഞു തീർക്കില്ല. കാരണം നമ്മുടെ ക്ലാസ് കാണുന്ന നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാല് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവര്, അല്ലെങ്കിൽ ഞങ്ങൾക്കിനി പറ്റില്ല കമ്പ്യൂട്ടർ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെച്ചവര്, അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് സമയമെടുത്തായിരിക്കും പറയുന്നത്. ചിലപ്പോൾ 1, 2, 3 തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തന്നിരിക്കും. അതുകൊണ്ട് മാത്രമാണ്. അപ്പം ജസ്റ്റ് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരുടെയും കമന്റ്സും കാര്യങ്ങളും സന്തോഷവും ഒക്കെ കാണുന്നുണ്ട്, പഠിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ 2015 ആദ്യത്തെ ക്ലാസ് ആണ്. സോ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ MS വേർഡിൽ എങ്ങനെ നമുക്കൊരു ബ്ലാങ്ക് പേജ് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഡാറ്റ ഉള്ള ഈ ഒരു പേജ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്, പ്രയാസമൊന്നുമില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഡോക്യുമെന്റ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഡോക്യുമെന്റിന് ഞാനൊരു പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. കാരണം അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. പേജ് നമ്പർ 1. അതുപോലെ തന്നെ രണ്ടാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് പേജ് ആണ്, ഒന്നുമില്ല. അതിനുശേഷം പേജ് നമ്പർ 2, പേജ് നമ്പർ 3, അങ്ങനെ മൊത്തത്തിൽ 4 പേജ് ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു പേജ് ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പേജ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡോക്യുമെന്റ് 3 പേജ് ഉണ്ട്. അപ്പൊ ഇതിനകത്തെ രണ്ടാമത്തെ പേജ് ബ്ലാങ്ക് ആണ്. സോ നമുക്കത് ആവശ്യമില്ല. ആ ഒരു ബ്ലാങ്ക് പേജ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് നോക്കാം. സിമ്പിൾ ആണ്. ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ഡിലീറ്റ് ചെയ്യാൻ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ സ്റ്റെപ്പുകളോ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. വെരി സിമ്പിൾ ആണ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ബ്ലാങ്ക് പേജിന്റെ എവിടെങ്കിലും, ഇന്ന സ്ഥലത്ത് നില ഇതിന്റെ എവിടെങ്കിലും ചുമ്മാ ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കർസർ കാണാനായിട്ട് സാധിക്കും. കർസർ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ, അതായത് മുകളിലോട്ട് ഒരു വര ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് കാണാം. ഇതാണ് കർസർ എന്ന് പറയുന്നത്. അതായത് മൗസ് എവിടെയാണ് എന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആളാണ് കർസർ. ഈ കർസർ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ബ്ലാങ്ക് പേജ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ആ ഒരു പേജിന്റെ എവിടെയെങ്കിലും ചുമ്മാ ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് കർസർ കാണാനായിട്ട് സാധിക്കും. മൗസ് അല്ല ഉപയോഗിക്കുന്നത്, ലാപ്ടോപ്പിന്റെ ടച്ച് പാഡ് ആണെങ്കിൽ ചുമ്മാ ഇങ്ങനെ ടച്ച് പാഡ് ഇങ്ങനെ മൂവ് ചെയ്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ബ്ലാങ്ക് പേജ്, അതായത് ഒന്നുമില്ലാത്ത ഈ ഒരു പേജ് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, കീബോർഡിൽ നോക്കുവാണെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു കീ നമുക്ക് കാണാം കീബോർഡിൽ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഓൺ സ്ക്രീൻ കീബോർഡ് എടുത്തതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റ്, DEL, ഇത് കീബോർഡിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഓൺ സ്ക്രീൻ കീബോർഡിൽ കാണിച്ച പോലെ തന്നെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു കീ കീബോർഡിലുണ്ട്. അപ്പൊ ഡിലീറ്റ് എന്ന് പറയുന്ന കീ ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ബ്ലാങ്ക് പേജ് അവിടെ ഇല്ല. ബ്ലാങ്ക് പേജ് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിൽ ഒരു ബ്ലാങ്ക് പേജ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആണ് അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട്.
അപ്പൊ നമുക്ക് നോക്കാം, ഓൾറെഡി പേജ് നമ്പർ 1 ഉണ്ട്, അത് കഴിഞ്ഞ് പേജ് നമ്പർ 2 ഉണ്ട്, പേജ് നമ്പർ 3 ഉണ്ട്. ആ ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് അവിടുന്ന് ഡിലീറ്റ് ആയി പോയി. അപ്പൊ സിമ്പിൾ ആണ്, ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ബ്ലാങ്ക് പേജ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഡോക്യുമെന്റിൽ നമുക്ക് എവിടെയാണോ ബ്ലാങ്ക് പേജ് ഉള്ളത് ആ പേജ് ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ 2 ബ്ലാങ്ക് പേജ് കാണാം. പേജ് നമ്പർ 1 കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് പേജ് ഉണ്ട്, അതിനുശേഷം മറ്റൊരു ബ്ലാങ്ക് പേജും ഉണ്ട്. അപ്പൊ ഈ ബ്ലാങ്ക് പേജ് ഡിലീറ്റ് ചെയ്ത് കളയാൻ ജസ്റ്റ് അതേലൊന്ന് ക്ലിക്ക് ചെയ്യുക, മൗസ് അതേലോട്ട് കൊണ്ടുവെക്കുക. ഈ ബ്ലാങ്ക് ആയിട്ടുള്ള പേജിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പേജ് സെലക്ട് ആയി അവിടെ നമുക്ക് കർസർ ഇങ്ങനെ വരുന്ന കാണാം. ഇനി ചെയ്യേണ്ട കാര്യം, കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, ആ കീ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു പേജ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്ലാങ്ക് പേജ് നമുക്ക് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു പേജ് ഡിലീറ്റ് ആയി, ഇനി ഒരു ബ്ലാങ്ക് പേജ് കൂടെ ഉണ്ട്. അപ്പൊ ഇതും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെയിം ആണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കർസർ വന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കർസർ വന്നതിന് ശേഷം മാത്രം നമ്മുടെ കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പേജ് അവിടുന്ന് ഡിലീറ്റ് ആയി പോയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡോക്യുമെന്റിലുള്ള ബ്ലാങ്ക് പേജ് ഒക്കെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഡിലീറ്റ് ചെയ്തു. സെയിം സിമ്പിൾ ആയിട്ട് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒന്നുമില്ല, എളുപ്പമാണ്. നമുക്ക് ഏത് പേജാണോ ബ്ലാങ്ക് പേജ് ആണോ വേണ്ടാത്തത് അതേ ചുമ്മാ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കർസർ വന്നതിന് ശേഷം കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. അപ്പൊ ബ്ലാങ്ക് പേജ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പൊ ചിലർക്കുള്ള ഒരു സംശയമാണ്, എങ്ങനെയാണ് നമ്മൾ പുതിയൊരു ബ്ലാങ്ക് പേജിനെ നമ്മുടെ ഡോക്യുമെന്റിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ നമ്മളിവിടെ പേജ് നമ്പർ 1 ഉണ്ട്. 1 കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ ഒരു പേജ് വേണമെന്ന് തോന്നി. അപ്പൊ പുതിയൊരു ബ്ലാങ്ക് പേജ് നമുക്ക് ആഡ് ചെയ്യുന്ന കാര്യം കൂടെ പറയാം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഫസ്റ്റ് പേജിന്റെ അവസാനത്തെ പോർഷനിലോട്ട് ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ അവിടെ കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ലൈനിന്റെ അവസാനം, ഞാൻ ഈ അവസാനം ടൈപ്പ് ചെയ്തിരിക്കുന്നിടത്ത്. ഇനി നമ്മൾ എവിടാണോ, അതായത് ലാസ്റ്റ് നമ്മൾ എവിടെയാണോ ടൈപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ടാബ് മുകളിലുണ്ട്, അതായത് ഹോം ടാബിന്റെ തൊട്ടപ്പുറത്ത്. ആ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലോട്ട് ഇങ്ങനെ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ പേജസ് എന്നുള്ളതാണ്. ആ പേജസ് എന്നുള്ളതിൽ കവർ പേജ് ഉണ്ട്, ബ്ലാങ്ക് പേജ് ഉണ്ട്, പേജ് ബ്രേക്ക് ഉണ്ട്. അപ്പൊ ഈ ബ്ലാങ്ക് പേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ ബാക്കിയായിട്ട് നമുക്ക് പുതിയൊരു ബ്ലാങ്ക് പേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പുതിയ ബ്ലാങ്ക് പേജ് നമുക്ക് എവിടെ വേണോ അവിടെ എല്ലാം നമ്മൾ കൊണ്ടുവരുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഒന്നാമത്തെ പേജിന്റെ അവസാനം ക്ലിക്ക് ചെയ്തിട്ടാണ്. ഈ സെയിം കാര്യം തന്നെ വേണമെങ്കിൽ രണ്ടാമത്തെ പേജിന്റെ ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ടാബിൽ നിന്നും ബ്ലാങ്ക് പേജ് എടുക്കുക. എടുത്തു കഴിയുന്ന ഉടനെ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ പുറകിൽ നമുക്ക് പുതിയൊരു ബ്ലാങ്ക് പേജ് വരും. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ഈ ഒരു പേജ് നമ്പർ 2 എന്നുള്ളതിന്റെ 2ന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ബ്ലാങ്ക് പേജ് കൊടുത്തു. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന പേജ് നമ്പർ 2, ആ 2 കഴിഞ്ഞിട്ടായിരിക്കും ബ്ലാങ്ക് പേജ് വരുന്നത്. കണ്ടോ, അത് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പുതിയ പേജിനെ ആഡ് ചെയ്യുന്നതും നമ്മുടെ കയ്യിലുള്ള ബ്ലാങ്ക് പേജിനെ ഡിലീറ്റ് ചെയ്യുന്നതും. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ പറയാം, ബ്ലാങ്ക് പേജ് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്ത കാര്യം, ആ പേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്തു. ഇനി നമ്മൾ പുതിയ ബ്ലാങ്ക് പേജ് കൊണ്ടുവരാൻ നമുക്ക് എവിടെയാണോ പുതിയ പേജ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ടിൽ നിന്നും ബ്ലാങ്ക് പേജ് എടുക്കുക. സിമ്പിൾ ആണ്. ഇനി ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഡോക്യുമെന്റിൽ ഡാറ്റ ഉള്ള ഒരു പേജ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ്. അപ്പൊ അത് കുറച്ച് പ്രയാസമാണ്. അത് അധികം പഠിച്ചു വരുന്നവർക്കൊന്നും അറിയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള MS വേർഡിലെ ഡാറ്റ ഉള്ള പേജ് ഡിലീറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പേജ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട്, അതായത് ആ പേജ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് ചെയ്താലോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്താലോ ഒന്നും അത് പോകത്തില്ല. കണ്ടോ, ഞാൻ ബാക്ക് സ്പേസ് ചെയ്തു പക്ഷെ ഡിലീറ്റ് ചെയ്തു, പക്ഷെ ആ പേജ് ഒന്നും പോയിട്ടില്ല. അപ്പൊ അത് കുറച്ച് പ്രയാസമാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്താൽ പോകത്തില്ല. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഏത് പേജ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പൊ പേജ് നമ്പർ 2 ആണ് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഡിലീറ്റ് ചെയ്യുന്ന ആ പേജിന്റെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ആ പേജ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കർസർ അതിലോട്ട് കൊണ്ടുവരിക. അതിപ്പം നമ്മുടെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചുമ്മാ ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പൊ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡാറ്റ ഉള്ള ഒരു പേജ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ആ ഡാറ്റ ഉള്ള ഡിലീറ്റ് ചെയ്യേണ്ട പേജിന്റെ എവിടെയെങ്കിലും മൗസ് ചുമ്മാ ഒന്ന് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ മൗസ് കൊണ്ടുവച്ച ക്ലിക്ക് ചെയ്ത സ്ഥലത്ത് കർസർ കാണാനായിട്ട് സാധിക്കും. അതായത് മൗസ് എവിടെയാണ് എന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആളാണ് കർസർ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് കർസർ ഇരിക്കുന്നത്. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ട കാര്യം, കീബോർഡിൽ നമുക്ക് കൺട്രോൾ കീയും ആൽഫബറ്റ് ജിയും, അത് ഗോ ടു എന്ന് പറയുന്നതിന്റെ ഷോർട്ട് കട്ടാണ് ഗോ ടു. കൺട്രോൾ കീയും ആൽഫബറ്റ് ജിയും കൂടെ പ്രസ് ചെയ്യുക. നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം, അറ്റ് ദ സെയിം ടൈം കൺട്രോൾ കീയും ജി ആൽഫബറ്റ് കീയും ഒരേ സമയം പ്രസ് ആയിരിക്കണം. ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്തിരിക്കണം, അടുത്ത ഫിംഗർ കൊണ്ട് ജിയും പ്രസ് ചെയ്തിരിക്കണം. ഈ രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിരുന്നാൽ മാത്രമേ വർക്ക് ആകത്തുള്ളൂ. ഇത് ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ജി പ്രസ് ചെയ്തത്. അപ്പൊ ഈ പരിപാടി നമ്മുടെ സാധാരണ കീബോർഡിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ കീബോർഡിലും വർക്ക് ആവത്തില്ല. കാരണം ഒരേ സമയത്ത് കൺട്രോൾ കീയും ആ ഒരു ജിയും ഗോ ടുവിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോളും ജിയും. അപ്പൊ ഈ രണ്ട് കീയും ഒരേ സമയം പ്രസ് ആയിരുന്നാൽ മാത്രമേ അത് വർക്ക് ആകത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ കൺട്രോൾ കീയും ആൽഫബറ്റ് ജിയും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അതായത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു പേജാണ് വരുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ താഴെ കുറെ ഓപ്ഷൻ ഉണ്ട്. ഗോ ടു വാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പേജ് ഓൾറെഡി സെലക്ട് ആയാ വരുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട, പേജ് ഓൾറെഡി സെലക്ട് ആയി വരുന്നത്. ഇവിടെ ഈ എന്റർ പേജ് നമ്പർ എന്ന് പറയുന്ന ഇവിടോട്ട് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നമുക്ക് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ ടൈപ്പ് ചെയ്യണമെങ്കിൽ മൗസ് ഇങ്ങനെ അവിടോട്ട് കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യണം. കർസർ അവിടെ വന്നാലേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെയായിരിക്കുന്നത്, എനിക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ അവിടെ ഈ എന്റർ ബുക്ക് മാർക്ക് നെയിം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ടില്ല. അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റൂ. സോ നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം, കീബോർഡിൽ നമുക്കൊരു ബാക്ക് സ്ലാഷ് ഉണ്ട്. ബാക്ക് സ്ലാഷ് എന്ന് പറഞ്ഞാല് ഞാൻ ഓൺ സ്ക്രീൻ കീബോർഡിൽ ഒന്ന് നോക്കട്ടെ, അതിനകത്തുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ലാഷ് ഇവിടെയുണ്ട്. അതായത് ഇങ്ങനെ ഫ്രണ്ടിലോട്ടുള്ള ഒരു സ്ലാഷ് ഉണ്ട്. ഈ ഡിലീറ്റിന്റെ തൊട്ടിപ്പുറത്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ പുറകിലോട്ടുള്ള ഒരു സ്ലാഷും ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം ബാക്ക് സ്ലാഷ് ആണ്. അതായത് ഡിലീറ്റിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ആള് ബാക്ക് സ്ലാഷിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഈ ബാക്ക് സ്ലാഷ് ഇങ്ങനെ കാണാം. ഇനി അതിന്റെ കൂടെ തന്നെ പേജ് എന്ന് ടൈപ്പ് ചെയ്യുക. സിമ്പിൾ ആണ്. ബാക്ക് സ്ലാഷ് അതിന്റെ കൂടെ തന്നെ പേജ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഈ ഗോ ടു താഴെ നോക്കുവാണെങ്കിൽ ഗോ ടു എന്ന ഓപ്ഷൻ ഉണ്ട്, ക്ലോസ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ആവശ്യം ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ഈ ഗോ ടു എന്ന് പറയുന്നതിലോട്ട് മൗസ് വെക്കുക. അതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗോ ടു അവിടെ വർക്കായി. ഇനി ഈ കാണുന്ന പേജിന്റെ ആവശ്യം നമുക്ക് ഇല്ല. ഈ പേജിനെ നമുക്ക് അങ്ങ് ക്ലോസ് ചെയ്ത് കളയാം. ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ആ ക്ലോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ മുകളിൽ കാണുന്ന എക്സ് അതും ക്ലോസ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇതിൽ ഏത് വേണേലും ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു പേജ് സെലക്ട് ആയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്ത് ഗോ ടുവിലോട്ട് പോയി ബാക്ക് സ്ലാഷും പേജും കൊടുത്തപ്പോൾ ആ ഒരു പേജ് ഡിലീറ്റ് ആയി, ആ ഒരു പേജ് സെലക്ട് ആയി. ഇനി ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആണ്. കീബോർഡിലെ ഡിലീറ്റ് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കുക, പേജ് നമ്പർ 2 ആണ് നമുക്ക് വേണ്ടാത്തത്. നമ്മൾ അതിനെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത്. അപ്പൊ നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പേജ് നമ്പർ 2 അവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നോക്കുവാണെങ്കിൽ പേജ് നമ്പർ 1 ഉണ്ട്, പേജ് നമ്പർ 3 ഉണ്ട്. ആ 2 എന്ന് പറയുന്ന പേജ് അവിടെ ഇല്ല. അപ്പൊ സിമ്പിൾ ആണ്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാല്, അല്ലാതെ നമ്മൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ആ ഒരു ഡാറ്റ ഉള്ള പേജ് ഡിലീറ്റ് ചെയ്ത് കളയാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ഡാറ്റ ഉള്ള ഒരു പേജ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഡാറ്റ ഉള്ള പേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് പേജ് നമ്പർ 3 ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ 3 ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ പേജ് നമ്പർ 3 എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും, അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട പേജ് ഏതാണോ, ഡാറ്റ ഉള്ള ഏത് പേജ് ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, അതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് കർസർ അവിടെ വരാൻ വേണ്ടി. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ട കാര്യം, കീബോർഡില് കൺട്രോൾ കീ CTRL എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അതുപോലെ തന്നെ ആൽഫബറ്റ് G. ആ കൺട്രോൾ കീയും ആൽഫബറ്റ് ജിയും കൂടെ ഒരേ സമയം പ്രസ് ചെയ്യുക.
രണ്ട് കീയും ഒരേ സമയം പ്രസ് ചെയ്താൽ മാത്രമേ ആ ഒരു കാര്യം വർക്ക് ആകത്തുള്ളൂ. അല്ലാതെ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ജി പ്രസ് ചെയ്താൽ ഈ ഒരു പേജ് നമുക്ക് കിട്ടത്തില്ല. ഒരേ സമയം രണ്ട് കീയും പ്രസ് ആയിരിക്കണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു പേജ് വരും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി പേജ് എന്നുള്ളത് സെലക്ട് ആയ വരുന്നത്. നമുക്ക് പേജ് എന്നുള്ളതാണ് വേണ്ടത്. സോ അത് സെലക്ട് ആയിട്ടാണ് വരുന്നത്. ഇനി എന്റർ പേജ് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ബോക്സിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇവിടെ പേജ് ആണ് വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല. കാരണം എന്റർ പേജ് നമ്പർ എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ക്ലിക്ക് ചെയ്ത് കർസർ അവിടെ വന്നാൽ മാത്രമേ നമുക്ക് എവിടെയാണെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ ചെയ്യേണ്ടത് കീബോർഡിലെ ബാക്ക് സ്ലാഷ്, അപ്പൊ അത് തെറ്റിപ്പോല്. ബാക്ക് സ്ലാഷ് എന്ന് പറഞ്ഞാല് ഡിലീറ്റ് എന്ന് പറയുന്ന കീയുടെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നതാണ് ബാക്ക് സ്ലാഷ്. PAGE പേജ് എന്ന് ടൈപ്പ് ചെയ്യുക. സ്പേസിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ ഇടയ്ക്ക് ബാക്ക് സ്ലാഷ് ടൈപ്പ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ പേജ്. ഇനി നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ക്ലോസ് ഉണ്ട്. നമുക്ക് ഇവിടെ ആവശ്യം ഗോ ടു എന്ന് പറയുന്നതാണ്. സോ ഈ ഗോ ടു എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ സെലക്ട് ചെയ്ത ആ പേജിലെ മൊത്തം കാര്യവും ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടാണ് വരുന്നത്. ഇനി ഈ പേജ് അങ്ങ് ക്ലോസ് ചെയ്ത് കളയുക. ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഇനി സിമ്പിൾ ആണ്, കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. നമ്മൾ ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ പേജ് നമ്പർ 3 അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ഡിലീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പുതിയൊരു ബ്ലാങ്ക് പേജ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഡാറ്റ ഉള്ള പേജ് ആഡ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ 3 കാര്യങ്ങളും. അപ്പൊ എല്ലാവരും ഒന്ന് ക്ലാസ് കണ്ടു നോക്കുക. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് 2-3 തവണ ഒന്ന് കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്രയും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തവണ കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്നിവിടെ പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും നമുക്ക് കണ്ടുപിട്ടാം. സോ എല്ലാവർക്കും